ഒരു വധശിക്ഷ ലഭിച്ച പ്രതിയുടെ മുഖഭാവമൊന്നും ആ 24-കാരിയിൽ ഞാൻ കണ്ടില്ല. മേൽക്കോടതിയിൽ ദയാഹർജിയിൽ തന്റെ പ്രായവും സ്ത്രീ എന്ന പരിഗണനയും തനിക്ക് ലഭിച്ച ശിക്ഷയിൽ വലിയ ഇളവ് ലഭിക്കുമെന്ന നിയമവീഴ്ചയിലെ പ്രതീക്ഷയും അതുപോലുള്ള ഒരു കാത്തിരിപ്പും മാത്രമാണ് അവളുടെ മുഖത്തുണ്ടായിരുന്നത്. സത്യല്ലേ? നമ്മുടെ രാജ്യത്ത് കുറ്റങ്ങൾ ചെയ്യുകയും ആ കുറ്റം തെളിയിക്കപ്പെടുകയും ചെയ്തിട്ട് പോലും എത്രയോ കുറ്റവാളികൾ ജയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരയുടെ കുടുംബം കടം കെട്ടിയ പണം കൊണ്ട് സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിലെ കുറ്റകൃത്യങ്ങൾ കുറയുന്നതിന് കാരണം നിയമങ്ങൾ നടപ്പാകും, ശിക്ഷകൾ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന പേടിയുള്ളത് കൊണ്ടാണ്. നമ്മുടെ രാജ്യത്തും ഈ നിയമങ്ങൾക്കിടയിൽ ഇടവഴികൾ ഒഴുകുന്നത് കൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ അധികരിക്കുന്നത്. കുറ്റവാളികൾ ജയിലിലേക്ക് പോകുന്നത് എന്തോ ഒരു ടൂറ് പോകുന്നത് പോലെ ടാറ്റ കൊടുത്തുകൊണ്ടാണ്. 4 വധശിക്ഷ, കൃത്യമായ ശിക്ഷ നടപ്പാക്കി നോക്ക്. 5ാമതൊരു വാപ്പാടെ മോനിക്കും പൊന്തൂല. അതിന് ധൈര്യമുള്ള ഒരുത്തനും ഇന്ത്യയിലില്ല. ഞാനടക്കം മരണപേടിയുള്ളവരാണ്. മരണഭയം ഒരു മനുഷ്യനെ കൃത്യമായി ശുദ്ധീകരിക്കുമെന്ന് അറബ് രാജ്യങ്ങൾ നമുക്ക് തെളിവായി എടുത്തു വെക്കാൻ കഴിയും. അതുകൊണ്ട് നിയമം ഉണ്ടാക്കിയവരോടും അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പാക്കാൻ ഇരിക്കുന്നവരോട് പറയാനുള്ളത്, അധികാരികളെ, നിങ്ങളാണ് കുറ്റക്കാർ. അല്ലാതെ പറയാൻ വയ്യ. കാരണം പലരുടെയും ചിന്ത ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുറ്റവാളികൾ നമ്മുടെ നാട്ടിൽ ഇത്രമേൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇരകൾ വർദ്ധിക്കും, കുറ്റവാളികൾ അധികരിക്കും. ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവനും അല്ലാഹു തആല രക്ഷ നൽകട്ടെ, കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.